40 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിരുന്ന എല്ലാ വർഷവും 10% മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നത് ഒറ്റ സ്റ്റെപ്പിൽ 1,05,00,000 രൂപയിലേക്ക് പോയി. അപ്പോൾ 60% വർധനവാണ് ഞങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ. കോർപ്പറേഷന് ഏകദേശം 65 ലക്ഷം രൂപ കൂടുതൽ ഒരൊറ്റ തീരുമാനത്തിലൂടെ കിട്ടി. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറെ മുനിസിപ്പൽ ആക്റ്റിൽ പറയാത്തൊരു കാര്യം മേയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഒരു കൗൺസിലറെ മേയർക്ക് അയോഗ്യനാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ചോദിക്കാൻ വരികയായിരുന്നു. അതിനുമുമ്പ് എനിക്കറിയാം ചോദിക്കുമെന്ന്. അത് ചോദിക്കാതെ ഒരു ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് പൂർത്തിയാവില്ലെന്നേ. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി BJPക്ക് ഒരു കോർപ്പറേഷൻ ലഭിച്ചപ്പോൾ, അതും തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ ലഭിച്ചപ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. പക്ഷേ പിന്നീട് വലിയ വെല്ലുവിളികളും നേരിടേണ്ടി വന്നു BJP ഭരണസമിതിക്ക്. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഭരണസമിതി ഈ പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം, പൊതുസമൂഹം. ബിയോണ്ട് ദ ഹെഡ്ലൈൻസിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ശ്രീ VV രാജേഷ് ചേരുകയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ശ്രീ VV രാജേഷ്, പതിറ്റാണ്ടുകളായി നഗരത്തിൽ പരിഹരിക്കേണ്ട പല വിഷയങ്ങളുമുണ്ട്. പലതും കുത്തഴിഞ്ഞു കിടക്കുകയാണെന്ന് തന്നെ വേണം പറയാൻ. അതിനിടയിലാണ് ആദ്യമായി BJPക്ക് കോർപ്പറേഷൻ്റെ അധികാരം ലഭിക്കുന്നത്. നിങ്ങൾ വലിയ പ്രതീക്ഷയിലായിരുന്നു, പൊതുജനവും പ്രതീക്ഷയിലായിരുന്നു. രാവും പകലുമില്ലാതെ ഭരണസമിതി ആളുകളിലേക്ക് ഇറങ്ങി വരുന്നു. ഇതൊക്കെയാണ് കണ്ടത്. നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അഭിനന്ദനങ്ങളൊക്കെ പൊതുജനത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിനിടയിലാണ് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നത്. ഇത് പ്രതീക്ഷിച്ചിരുന്നോ അധികാരത്തിൽ വരുമ്പോൾ? ഭരണരംഗത്ത് വെല്ലുവിളിയൊന്നൊരു കാര്യമേ ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള വിലയിരുത്തൽ. ഇതെല്ലാം ഓരോരോ സാഹചര്യങ്ങളാണ്. ഒരു സാഹചര്യം തരണം ചെയ്യാൻ മറ്റൊരു സാഹചര്യം ഉടലെടുക്കുന്നു. അപ്പം കടലിൽ തിരയില്ലാതിരിക്കൂ. തിരയില്ലാത്ത കടലില്ലല്ലോ. അപ്പോൾ എപ്പോഴും തിര പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കടലിലൂടെ കപ്പലോടിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭരണരംഗത്ത് ജനങ്ങൾ ജീവിക്കുന്ന ജീവജാലങ്ങളൊക്കെ തന്നെ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രദേശത്ത്, ഒരു സമൂഹത്തിൽ എപ്പോഴും പ്രത്യേക സാഹചര്യങ്ങൾ ഉടലെടുക്കും. അതുകൊണ്ട് അതിനെയൊക്കെ തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഞങ്ങൾ കണ്ടുകൊണ്ട് അതിനെയൊക്കെ തന്നെ തരണം ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനെക്കുറിച്ച് ഭംഗിയായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഭരണത്തിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസോടുകൂടി ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. കുറച്ച് സമയം കൂടി എടുക്കും. 45 വർഷം കൊണ്ട് ഉണ്ടായിപ്പോയിട്ടുള്ള ചില കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കൂടി എടുക്കും. പക്ഷേ അത് ദീർഘവീക്ഷണത്തോടെ ചെയ്യുമ്പോൾ ഭാവിയിലേക്ക് നഗരജീവിതം സുഗമമാകും. നിലവിലെ പ്രതിസന്ധി, വെല്ലുവിളി എന്ന് പറയുന്നത് കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതൻ്റെ വിഷയം തന്നെയാണ്. കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ സുഗതൻ്റെ സത്യപ്രതിജ്ഞ നടന്നു. പക്ഷേ ഇനിയൊരു കടമ്പയുള്ളത്, സുഗതൻ അടിക്കടി 2 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. 3ാമത്തെ കൗൺസിലും കൂടിയും പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യതയാണ്. എന്താണ് വഴി? എന്താണ് ഭരണസമിതി കണ്ടുവച്ചിരിക്കുന്ന തന്ത്രം? അതൊക്കെ ഭരണത്തിൽ സ്വാഭാവികമാണ്. അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നും അതെങ്ങനെ തരണം ചെയ്യണമെന്ന് ഉൾപ്പെടെ ആലോചിച്ചിട്ട് തന്നെയാണല്ലോ ഞങ്ങൾ ഭരണത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിനേക്കാൾ വളരെ അധികം പിന്തുണ കൗൺസിലർമാരുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും ലഭിച്ചാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സുഗതൻ കാപ്പ കേസിൽ ജയിലിലാണ്. കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ സത്യപ്രതിജ്ഞ അവിടെ വെച്ച് നടക്കുകയും ചെയ്തു. അതൊക്കെ നിങ്ങൾ ആ കാര്യത്തിലൊക്കെ ഒരുപടി മുന്നിൽ തന്നെയാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ ആ ഒരു സംശയം, ഈ ചട്ടപ്രകാരമുള്ള ഈ 3ാമത്തെ കൗൺസിലും പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യത, അങ്ങനെയാണല്ലോ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം. അതിന് എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ഉണ്ടാവുമല്ലോ. മൂന്നാമത്തെ കൗൺസിലിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അങ്ങനെ ഒരു ഘട്ടം വരികയാണെന്നുണ്ടെങ്കിൽ വരുന്ന നിമിഷം തന്നെ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഇല്ലാതാവുന്ന പുതിയൊരു ഘടകം ഉണ്ടാകും. അതെന്താണ് നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ് ആ ഒരു പുതിയ ഘടകം.
അതെന്തിനാ അങ്ങനെ പ്രതീക്ഷിക്കുന്നത്? മൂന്നാമത്തെ കൗൺസിലിൽ അദ്ദേഹം പങ്കെടുക്കണമെന്ന് പ്രതീക്ഷിച്ചാൽ പോരെ? താങ്കൾ പറഞ്ഞല്ലോ മൂന്നാമത്തെ കൗൺസിലിൽ സുഗതൻ വന്നില്ലെങ്കിൽ അല്ല, അപ്പോൾ വേറൊരു ഘടകം എന്ന് പറഞ്ഞു. അത് താങ്കൾ ഒരു ചോദ്യം അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ പ്രതീക്ഷിക്കുക. അങ്ങനെ വന്നാൽ മാത്രം അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താൽ പോരെ? അങ്ങനെ വരില്ല. മേയർക്ക് ഫോർ ആർഗ്യുമെന്റ്സൊക്കെ ഞാൻ പറയാം. താങ്കളുടെ ഒരു ചോദ്യത്തിന് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അത് അഡ്രസ്സ് ചെയ്യാം. അങ്ങനെ ഒരു ഘടകം ഉണ്ടാവുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് പോസിബിലിറ്റീസ്. നിയമത്തിൽ തന്നെ അത് ഏത് തരത്തിൽ ഗെറ്റ് ഓവർ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഈ ചോദ്യം ഉന്നയിക്കുന്നവരൊക്കെ തന്നെ അക്കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് ഗെറ്റ് ഓവർ ചെയ്യാൻ സാധിക്കും. ശരി, സുഗതൻ്റെ വിഷയം നമുക്ക് മാറ്റിവെക്കാം. ഏതായാലും മേയർക്ക് യാതൊരു തരത്തിലും ടെൻഷനില്ല. എനിക്ക് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എല്ലാം പ്രിപ്പയർഡാണ്, എങ്ങനെ വന്നാലും നേരിടും, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്, മനസ്സിലായി. ഇനി തിരുവനന്തപുരം നഗരം അനുഭവിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം, പതിറ്റാണ്ടുകളായി ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലേക്കാണ് ഇപ്പോൾ BJP ഭരണസമിതി അധികാരത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളിലേറെ പ്രതീക്ഷയുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിലെടുത്തു പറയാവുന്ന ഒരു കാര്യം മാലിന്യ പ്രശ്നം തന്നെയാണ്. പലപ്പോഴും പ്രതിപക്ഷത്തിരുന്ന സമയത്തും നമ്മളൊക്കെ പലപ്പോഴും ഇത് സംസാരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അധികാരത്തിലുണ്ട്, എങ്ങനെയാണ് ആ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പോകുന്നത്? അല്ല, മാലിന്യ പ്രശ്നം കേരളത്തിലെന്നല്ല രാജ്യത്ത് എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അത് നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അത് ഏത് ടെക്നോളജി വെച്ച് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം നമ്മുടെ ഒരു ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഹൈ ആയതുകൊണ്ട് തന്നെ അതുകൂടി മുൻനിർത്തിക്കൊണ്ട് തന്നെ മാത്രമേ നമുക്കത് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിടെ ഭൂമിയുടെ ലഭ്യത അനുസരിച്ച് ഞങ്ങൾ പല തരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ഒരു സിസ്റ്റമുണ്ട്, ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ഇവിടെയുണ്ട്. ആ സിസ്റ്റത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് പുതിയ സംവിധാനം വരുന്നതുവരെ നിലവിലുള്ള സിസ്റ്റം നടന്നു പോവേണ്ടതായിട്ടുണ്ട്. അത് പരിപാലിച്ചു പോകുന്നുണ്ട്, എങ്കിലും വീഴ്ചകൾ പല സ്ഥലങ്ങളിലുമുണ്ട്. അത് ഒരു 10-45 വർഷം കൊണ്ടുണ്ടായിപ്പോയ ഒരു സംസ്കാരമാണ്. ഒരു ദിവസം കൊണ്ട് അതിനൊരു മോചനം സാധ്യമല്ല. പക്ഷേ ഇന്ന് വൈകുന്നേരം ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പും LSTD പ്രിൻസിപ്പൽ സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ മേയർ ഉൾപ്പെടെ മുതിർന്ന ഒരു ടീം IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇരുന്ന് ഇത് കറക്റ്റ് ചെയ്യാനുള്ള മെക്കാനിസത്തെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. അപ്പോൾ എനിക്ക് നല്ല പ്രതീക്ഷയോടെ ജനങ്ങളോട് പറയാൻ സാധിക്കും, തിരുവനന്തപുരം നഗരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ക്ലീനായിട്ടുള്ള, ഏറ്റവും നല്ല ശാസ്ത്രീയ മാർഗം ഉപയോഗിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണം നടത്തുന്ന ഒരു സിറ്റിയിലേക്ക് പോവുകയാണ്. ആ യാത്രയുടെ തുടക്കമാണ് നമ്മൾ. ആ സമയത്തുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ നമ്മളൊന്ന് ഒരുമിച്ച് നിന്ന് തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മളവിടെ എത്തും, നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ എത്തും. ഈ മാലിന്യ പ്രശ്നം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്തൊരു ഘട്ടത്തിലേക്കൊക്കെ പോയല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. യെസ്, അതായത് ഞാനത് കൂടുതൽ പല മാധ്യമങ്ങളിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു ദിവസം 376 ടൺ മാലിന്യമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതിൽ ഒരു 30 ടൺ മാലിന്യം മാത്രമേ ഒരുവിധമെങ്കിലും സംസ്കരിക്കുവാനുള്ള പ്ലാന്റ് നമ്മളുള്ളൂ. ഇത് വസ്തുതയാണ്, ജനങ്ങൾ അറിയേണ്ടതാണ്. ബാക്കി മുഴുവനും വർഷങ്ങളായി പിഗ് ഫാമുകളിലേക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പാളിച്ചകൾ വരുന്നത്. കുറേയൊക്കെ പിഗ് ഫാമുകളിലേക്ക് പോകുന്നുണ്ട്, മറ്റു ചിലത് കുറേയൊക്കെ തന്നെ പലരും പല സ്ഥലങ്ങളിലും വലിച്ചെറിയുന്നുണ്ട്. അത് അംഗീകൃത ഏജൻസികളല്ല അതെടുക്കുന്നത്. അവർക്ക് കുറഞ്ഞ പണത്തിന് എടുത്തിട്ട് അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ മെക്കാനിസം ഇല്ലാത്തതുകൊണ്ട് പല സ്ഥലങ്ങളിലും വലിച്ചെറിയുകയാണ്. ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ കോർപ്പറേഷൻ്റെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വളരെ വലിയ തുക ഇവർക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ആയുധമേന്തിയ സംഘങ്ങളായിട്ടാണ് വാഹനങ്ങളിൽ മാലിന്യവുമായിട്ട് പോകുന്നത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം ഞങ്ങൾക്കൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ തന്നെ ഇവർ സജീവമാകാറുണ്ട്. അങ്ങനെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇവർ ഞങ്ങളുടെ കോർപ്പറേഷൻ ജീവനക്കാരെ ആക്രമിക്കുന്ന സ്ഥിതി വിശേഷം വരെ ഉണ്ടായി. ഞങ്ങൾ ആ ജീവനക്കാരെയൊക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് ഭരണസമിതി ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ നേരിട്ട് ചില ദിവസങ്ങൾ രാത്രി ഫീൽഡിൽ ഇറങ്ങേണ്ടി വന്നു. പല വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോഴേക്കും ഒരു പരിധിവരെ നിയന്ത്രിക്കാനായി 6 പേരെ അറസ്റ്റ് ചെയ്തു, 6 പേരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ചില രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട്, ഞാൻ പത്രസമ്മേളനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മാലിന്യം ശേഖരിക്കുന്ന ഒരു മാഫിയ തന്നെ തിരുവനന്തപുരം പട്ടണത്തിൽ ഉണ്ടായിരുന്നു. അവർ ഇപ്പോഴും തലപൊക്കാൻ ശ്രമിക്കുന്നുണ്ട്.
അവരെ ഉൾപ്പെടെ ശക്തമായിട്ട് നേരിട്ട് കൊണ്ടാണ് ഞങ്ങൾ പുതിയ പ്ലാന്റിലേക്ക് പോകുന്നത്. പുതിയ പ്ലാന്റ് വരുന്നതോടുകൂടി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മാലിന്യം ശേഖരിക്കുന്നത് പോലെ വളരെ കൃത്യമായിട്ടുള്ള ക്ലോസ്ഡ് ട്രക്കുകളിൽ, കോമ്പാക്ട് ട്രക്കുകളിൽ ഈ മാലിന്യം നേരെ പ്ലാന്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം എത്തും. അതിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളൊക്കെ താൽക്കാലികമാണ്. അതിനെ ശക്തമായിട്ട് നിയമപരമായിട്ട് നേരിട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. താങ്കളും താങ്കളുടെ ടീമും അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 7ാമത്തെ മാസമാണ്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ അഭിനന്ദനാർഹമായി തോന്നുന്ന എന്താണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തൊക്കെ ഇവിടെ നടന്നിരുന്ന, നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞിരുന്ന, നിങ്ങളിപ്പോൾ കൈവച്ച എന്ത് കാര്യങ്ങളാണ് എടുത്തു പറയാനുള്ളത്? അതായത് നമ്മുടെ കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ കോർപ്പറേഷന് 100 കണക്കിന് കോടി രൂപയുടെ അസറ്റുണ്ട്. ഞങ്ങളുടെ വന്നിട്ട് ഞാൻ ആദ്യത്തെ മീറ്റിങ്ങിൽ ഉദ്യോഗസ്ഥരോട് കോർപ്പറേഷൻ സ്വന്തമായിട്ട് എത്ര കടകളുണ്ട്, എത്ര കടകളാണ് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും കൃത്യമായിട്ട് കണക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. ആദ്യം ഒരു 250 കടകളുടെ കണക്ക് പറഞ്ഞു. ഉള്ള 2-3 മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ 973 കടകളുണ്ട് എന്നുള്ള കണക്കിലേക്ക് എത്തി. ഈ കടകളൊക്കെ തന്നെ 40-50 വർഷം മുമ്പ്, അല്ലെങ്കിൽ 35-40 വർഷം മുമ്പ് ലേലം ചെയ്ത് കൊടുത്ത ആൾക്കാർ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പലരും മരണപ്പെട്ടു പോയി, പലയിടത്തും കരാറില്ല, വാടക പതിറ്റാണ്ട് മുമ്പ് നിശ്ചയിച്ചു കൊടുത്തതാണ്. അതായത് അന്ന് ഒരു 500 രൂപയോ 1000 രൂപ ഒരു കടയ്ക്കായി വാടക ഉണ്ടായിരുന്നെങ്കിൽ അതേ സ്ഥലത്ത് ഇന്നത് 10,000-ഓ 15,000-ഓ ആയിട്ടുണ്ട്. എങ്കിലും കോർപ്പറേഷന് കിട്ടിക്കൊണ്ടിരിക്കുന്ന 1000 അല്ലെങ്കിൽ 2000 രൂപയാണ്. ഇത് ഞങ്ങൾക്കും പുതുക്കി കൊടുക്കുന്നതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട്. കാരണം എന്താണ്, 2 വർഷത്തേക്കും 3 വർഷത്തേക്കും കൊടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുതുക്കിയാൽ അവർ സ്റ്റേക്ക് പോകും. അപ്പോൾ കഴിഞ്ഞ മാർച്ച് 31-ന് കാലാവധി അവസാനിച്ച കഥകളുടെ ലിസ്റ്റ് ഭഗീരഥ പ്രയത്നമായിരുന്നു എടുത്ത് നമ്മുടെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാത്രിയും പകലും വർക്ക് ചെയ്ത് ആ കടകളൊക്കെ തന്നെ ഞങ്ങൾ പുതുക്കാൻ വേണ്ടി പുതിയ റേറ്റ് നിശ്ചയിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോഴാണ് അറിയുന്നത് പലരും കരാർ പുതുക്കിയിട്ട് തന്നെ 2018-ലും 19-ലും കരാർ തീർന്ന പലരും കരാർ പുതുക്കിയിട്ടില്ല. അവർക്കൊക്കെ തന്നെ നോട്ടീസ് അയച്ച് ഇതിൻ്റെയൊക്കെ തന്നെ രേഖകൾ സംഘടിപ്പിച്ച് ആ പ്രവർത്തനം നടത്തുകയാണ്. അതിലൂടെ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷന് ലാഭം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരസ്യ ബോർഡുകളുടെ പണം ഈടാക്കുക, അതിൽ വയ്ക്കാനുള്ളൊരു ഫീസ് ഈടാക്കുക എന്നുള്ള പ്രൈവറ്റ് കമ്പനികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ തവണ 40 ലക്ഷത്തിനാണ്. അപ്പോൾ ഓരോ വർഷവും 40 ലക്ഷം കൊടുത്തിരിക്കുന്നതിൻ്റെ 10% ഇൻക്രീസ് ചെയ്താണ് അടുത്ത ആളിന് കൊടുക്കുന്നത്. ഇപ്രാവശ്യം അത് വന്നു. അപ്പോൾ ഞങ്ങൾ പുതിയൊരു പോളിസി എടുത്തു, ഒരിക്കൽ കൂടി ടെൻഡർ ചെയ്യുക. ആരാണോ ഏറ്റവും ഹയസ്റ്റ് കോട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടില്ല. അപ്പോഴും മനസ്സിലാക്കേണ്ടത് 40 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിരുന്ന എല്ലാ വർഷവും 10% മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നത് ഒറ്റ സ്റ്റെപ്പിൽ 1,05,00,000 രൂപയിലേക്ക് പോയി. അപ്പോൾ 60% വർധനവാണ് ഞങ്ങളുടെ ആ ഒരു തീരുമാനത്തിൽ. കോർപ്പറേഷന് ഏകദേശം 65 ലക്ഷം രൂപ കൂടുതൽ ഒരൊറ്റ തീരുമാനത്തിലൂടെ കിട്ടി. കോർപ്പറേഷൻ്റെ മുടവൻ മുകളിലും കമലേശ്വരത്തുമുള്ള 2 കല്യാണ മണ്ഡപങ്ങൾ, അതിൽ മുടവൻ മുകളിലുള്ള കല്യാണ മണ്ഡപം എഗ്രിമെൻറ്റ് ഒരാൾ കരാറെടുത്തിരുന്ന കരാറുകാരനുമായിട്ടുള്ള കരാർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവസാനിച്ചു. പുതിയ കരാർ വന്നിട്ടില്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് നടത്തിയിട്ട് അതിൻ്റെ പൈസ എടുത്തുകൊണ്ട് പോയായിരുന്നു. അത് ലോക്ക് ചെയ്തിട്ട് കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കമലേശ്വരത്ത് ഒരു കല്യാണ മണ്ഡപം, ഞങ്ങൾ ഒരുപാട് ചർച്ച വന്നുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇങ്ങനെ കോർപ്പറേഷൻ്റെ വസ്തുവകകൾ പലരും കൈവശം വെച്ചതിനെ നിയമത്തിലൂടെ ഞങ്ങൾക്ക് കോർപ്പറേഷനിലേക്ക് കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിച്ചു. പാളയം മാർക്കറ്റ് ഒരു മാർക്കറ്റിനകത്ത് നടന്ന ഒരു സംഭവമാണ്. ഞാനതിന് വലിയ സംഭവമാണെന്ന് പറയില്ല. പക്ഷേ അവിടെ നിലനിന്നൊരു സംസ്കാരമുണ്ട്. 25 രൂപയ്ക്ക് ഒരു കൂട്ടം മീൻ വിൽക്കുന്നതിന് 25 രൂപ വാങ്ങാമെന്ന് നിയമം പറയുമ്പോഴേക്കും 500 രൂപ അവരുടെ കയ്യിൽ നിന്നും ബലം പ്രയോഗിച്ച് വാങ്ങുകയും അത് സെക്രട്ടേറിയറ്റിനും കോർപ്പറേഷനും ഇടയ്ക്ക് ഒന്ന് ഉയരെ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് വാങ്ങുന്നത്. ആരെയെന്നാ ശംഖുമുഖത്തു നിന്നും വലിയ തുറയിൽ നിന്നും ഒരു കുട്ടയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ മീനും കൊണ്ട് ബസ്സിൽ കയറി ഓട്ടോ പിടിച്ച് അല്ലെങ്കിൽ കാൽനടയായി വരുന്ന പ്രായമായ വീട്ടമ്മമാരെ ഉൾപ്പെടെയാണ് ഇത് വാങ്ങുന്നത്. ഇപ്പം ഈ പണം വാങ്ങുന്നത് അവരൊരു ലൈറ്റ് ഇടുന്നതിന് 500 രൂപ ഒരു മാസം വാടക വാങ്ങിക്കണം. അതിൻ്റെ ബില്ലടയ്ക്കുന്ന കോർപ്പറേഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ കോർപ്പറേഷൻ കെട്ടിക്കൊടുത്ത സ്മാർട്ട് സിറ്റി ബിൽഡിങ്ങുകൾ ഉപയോഗിക്കുവാൻ പറ്റാതെ അതിൻ്റെ മുമ്പിലൊക്കെ തന്നെ ടെമ്പററി ഷെഡുകൾ വെച്ച് കെട്ടിയിട്ട് ഓരോ ദിവസവും 3,000, 4,000, 5,000 രൂപയ്ക്ക് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണയോടെ പലരും വാടകയ്ക്ക് കൊടുക്കുകയാണ്. അവിടെ അപ്പോൾ ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി, നഗരത്തിൻ്റെ ഹൃദയഭൂമിയിൽ ഗുണ്ടായിസം നടമാടുകയാണ്. ഇതിനെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അവർക്ക് ഒരു കേസിന് പോലും പോകാൻ വേണ്ടി നിയമപരമായിട്ട് അനുവദിക്കാത്ത തരത്തിൽ കൃത്യമായ ഹോംവർക്ക് ചെയ്തുകൊണ്ട് അതിനെ ഞങ്ങൾക്ക് അമർച്ച ചെയ്യുവാനും ഗുണ്ടാപ്പിനെ അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇതൊക്കെ ചില കാര്യങ്ങൾ മാത്രമാണ്. അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷനിലേക്ക് ജനങ്ങൾ കടന്നു വരാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പം നിങ്ങളൊരു ഉച്ചയ്ക്ക് ഒരു 2 മണി 3 മണി അല്ലെങ്കിൽ രാവിലെ വന്ന് നോക്കൂ, ഇവിടെ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ 100 കണക്കിന് ആൾക്കാരെയാണ് ദിവസം കാണുന്നത്. ഏതൊരു വ്യക്തിക്കും ഒരു അപ്പോയിൻമെൻറ്റും ഇല്ലാതെ വൈകുന്നേരം 3 മണി മുതൽ
5-6 മണി വരെ ഏത് ഉദ്യോഗസ്ഥനെയോ മേയറെയോ ഭരണസമിതിയിലുള്ള ആരെയും കാണുവാനുള്ള, കണ്ടിട്ട് കാര്യം പറയാം. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു പീപ്പിൾ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി ഈ കോർപ്പറേഷനെ ആക്കുവാൻ വേണ്ടി സാധിച്ചു. പിന്നെ മറ്റൊന്നാണ്, ജനങ്ങൾ രാജ്യത്താകമാനം അഭിമുഖീകരിക്കുന്ന, ഇപ്പോൾ തന്നെ ചാനൽ ചർച്ച കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് താങ്കൾ എന്നോട് ഒരു പക്ഷേ പറഞ്ഞിരിക്കാം, ഞങ്ങളുടെ ചാനലിൻ്റെ ഓഫീസിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള തെരുവ് നായ്ക്കളെ നിങ്ങൾ എന്താണ് പിടിക്കുന്നതെന്ന്. അപ്പോൾ ചോദിക്കാൻ വരികയായിരുന്നു. അതിന് മുമ്പ് എനിക്കറിയാം ചോദിക്കുമെന്ന്. അത് ചോദിക്കാതെ ഒരു ഇൻ്റർവ്യൂ തിരുവനന്തപുരത്ത് പൂർത്തിയാവില്ലെന്നേ. അങ്ങനെ അതറിയാത്തതുകൊണ്ട് അവസാനമേ ചോദിക്കുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിനുള്ള സമയം പോലും തരാതെ, അതാണല്ലോ ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടാണ് ഭരിക്കുന്നതെന്നുള്ള തെളിവാണല്ലോ. ആ ചോദ്യം വരും. ആ ചോദ്യം വരാതെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഇൻ്റർവ്യൂ പൂർത്തിയായില്ലെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് പറയുന്നത്. കേരളത്തിൽ ഏതൊരു പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും തെരുവ് നായ്ക്കളെ പാർപ്പിക്കുവാനുള്ള ഷെൽട്ടർ ഉണ്ടാകുന്നതിന് മുൻപ് ഭരണസമിതി അധികാരത്തിൽ നിന്ന് 1 മാസത്തിനകം തന്നെ ഞങ്ങൾ 50 തെരുവ് നായ്ക്കളെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഷെൽട്ടറിൽ പാർപ്പിച്ചു. അത് വളരെ വിജയകരമായി മുന്നോട്ട് ആരെല്ലാം പരിശ്രമിച്ചു, കേസുകൾ കൊടുത്തു നോക്കി. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികളും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെ ആ ഷെൽട്ടറിന് ഗുഡ് സർട്ടിഫിക്കറ്റ് തരികയാണ് ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ കോർപ്പറേഷൻ ഒരു മറ്റൊരു NGOയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ഷെൽട്ടർ ആരംഭിച്ചിരിക്കും. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, RCC, ശ്രീചിത്ര, സെക്രട്ടേറിയറ്റ്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ പിന്നെ വിവിധ കോളേജുകൾ, സ്കൂളുകൾ, ഇവിടെ നിന്നൊക്കെ തന്നെ നായ്ക്കളെ ഒരു ദിവസം 5, 10, 2 നായ്ക്കളെയൊക്കെ പിടിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വളരെ ആത്മവിശ്വാസത്തോടെ മേയർ എന്നുള്ളതൊക്കെ പറയാൻ സാധിക്കും. ഏതൊരു സ്ഥലത്തുനിന്നൊരു കോൾ വന്നാലും അക്രമകാരികളായ നായ്ക്കൾ വിലസുന്നു എന്ന് പറഞ്ഞാൽ ആ നിമിഷം പിടിച്ചുകൊണ്ട് ഷെൽട്ടർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ അത്രത്തോളം എക്യുപ്ഡാണ്. അതെ, നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട്, നമുക്കറിയാമല്ലോ, റോഡിലേക്ക് ഇറങ്ങിയാൽ അത് ഏത് സമയത്തായാലും വേണ്ടില്ല, ഇത്രയേറെ കോർപ്പറേഷൻ ഇടപെട്ടിട്ടും എന്തുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവില്ല? നിറയെ തെരുവ് നായ്ക്കൾ. അതെങ്ങനെയാണ് 10,000-15,000 നായ്ക്കൾ കഴിഞ്ഞ 45 വർഷം കൊണ്ട് ഇത്തരത്തിൽ ഒരു പ്രവർത്തനവും നടക്കാത്തൊരു സ്ഥലത്ത് ഞങ്ങളിപ്പോൾ നായ്ക്കളെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ജനുവരി മാസത്തിൽ ചെയ്തുവെങ്കിലും തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പുതിയ NGO ആയിട്ട് ടെൻഡർ വയ്ക്കാൻ സാധിച്ചുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ മാസം മുതൽ പിടിച്ചു തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത് ഒരു 20 നായ്ക്കളെയൊക്കെ ABC ചെയ്യുവാനുള്ള പെർ ഡേ ചെയ്യുവാനുള്ള സിസ്റ്റമാണുള്ളത്. ഒരു 50-100 എണ്ണത്തിന് ചെയ്യാനുള്ള സിസ്റ്റത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ സമയമെടുക്കും. പിന്നെ സുപ്രീം കോടതിയും എല്ലാ നായ്ക്കളെയും പിടിക്കുവാനല്ല പറഞ്ഞിരിക്കുന്നത്, പബ്ലിക് പ്ലേസുകളും പിന്നെ പല സ്ഥലത്തുനിന്നും അക്രമകാരികളായ നായ്ക്കളെ. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 4,000-5,000 നായ്ക്കളെയൊക്കെ പിടിച്ച് അകത്തിടുന്നതോടുകൂടി ഇതിൻ്റെയൊക്കെ ഒരു ഗ്രാവിറ്റി കുറച്ച് കുറവ് വരും. എല്ലാ നായ്ക്കളെയും പിടിക്കാനും പാടില്ല, കാരണം എക്കോസിസ്റ്റം തകരും. ഇവിടെ ഉള്ള 10,000 നായ്ക്കളെയും പിടിച്ച് ഷെൽട്ടർ അടയ്ക്കുന്ന പ്രായോഗിക അല്ലെങ്കിൽ ചെയ്യാനും പാടില്ല. അത് പ്രകൃതിയുടെ ഒരു താളമുണ്ട്, അതിനെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. അങ്ങനെ നമ്മൾ പിടിക്കാത്ത നായ്ക്കളെയൊക്കെ തന്നെ, താരതമ്യേന അക്രമം കുറഞ്ഞ നായ്ക്കളെയൊക്കെ തന്നെ, അല്ലെങ്കിൽ അക്രമം ഇല്ലാത്ത നായ്ക്കളെയൊക്കെ തന്നെ വാക്സിനേറ്റ് ചെയ്ത് ABC ചെയ്ത് വിടുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തു നിന്നും പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ നായ്ക്കളെ പിടിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞാലും നാളെയോ മറ്റന്നാൾ, ഇപ്പോൾ എനിക്ക് പോലീസിൽ നിന്നും തിരുവനന്തപുരത്ത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ജനങ്ങൾക്ക് പോലും പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ നായ്ക്കൾ കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തന്നെ ഞങ്ങൾ നമ്മുടെ വെറ്റിനറി സർജന് ഡയറക്ഷൻ കൊടുത്തു, നാളെ രാവിലെ അവിടെ നിന്നുള്ള നായ്ക്കളെ പിടിക്കും. അപ്പോൾ അങ്ങനെ പറയാനുള്ള സിസ്റ്റം ഇപ്പം പറയാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു, ഞങ്ങളത് വിപുലീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ 5,000 കുട്ടികൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 1 രൂപ പോലും ഫണ്ടിൽ നിന്ന് എടുക്കാതെ CSR ഫണ്ട് മറ്റ് സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 5,000 കുട്ടികൾക്ക് ഞങ്ങൾ പഠനോപകരണങ്ങൾ കൊടുത്തു. ഒരു 1,000-1,200 രൂപ വില വരുന്ന പഠനോപകരണങ്ങൾ കൊടുത്തു. ഞങ്ങൾ ഒരു വിവാദത്തിന് ഇടയാക്കാതെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ലിസ്റ്റ് വാങ്ങിച്ചത്. ഞങ്ങൾക്ക് ചെയ്തു, നല്ലൊരു തുക ഞങ്ങൾക്കായിട്ടുണ്ട്. ഒരു പൈസ പോലും കോർപ്പറേഷൻ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മുൻപൊന്നും നമ്മൾ ഇവിടെ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അത്. ശരിയാണ്. മറ്റൊന്ന്, ഇത് മഴക്കാലമാണ്. പക്ഷേ മഴക്കാലമാണെന്ന് പറയാമെങ്കിൽ പോലും ജൂണിൽ വലിയ മഴയൊന്നും ഉണ്ടായില്ല, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത്. ഇപ്പോൾ ജൂലൈ പകുതിയായി, ഇപ്പോഴും മഴയൊന്നും കാര്യമായിട്ടില്ല. മഴയുണ്ടെങ്കിൽ ഇതല്ല അവസ്ഥ. വലിയ വെള്ളക്കെട്ട്, തമ്പാനൂരിലൊക്കെ ഒരവസ്ഥ നമുക്കറിയാം. അത് ഈ ഭരണസമിതി വന്നിട്ട് 6-7 മാസമേ ആയുള്ളൂ, നിങ്ങളുടെ കുറ്റമല്ല. പക്ഷേ അതെന്തായാലും നല്ല മഴ വന്നാൽ നമ്മളൊക്കെ അത് അനുഭവിക്കേണ്ടി വരും. അത് വലിയൊരു പരിഹാരം കാണേണ്ട കാര്യം തന്നെയാണ്. അതിന് കോർപ്പറേഷൻ എന്ത് നീക്കങ്ങളാണ് നടത്താൻ പോകുന്നത്? അക്കാര്യത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും സംസ്ഥാന സർക്കാരിലെ വിവിധ മന്ത്രിമാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും പോസിറ്റീവ് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു പ്രശ്നം മനസ്സിലാക്കേണ്ടത്, നമ്മളീ കാണുന്ന ഓടകളും തോടുകളുമൊക്കെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കയ്യിലാണ്. ഇപ്പോൾ ഇറിഗേഷൻ ഉൾപ്പെടെ, മൈനർ ഇറിഗേഷൻ ഉണ്ട്, മേജർ ഇറിഗേഷൻ ഉണ്ട്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച്
സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെ ഒരു കോർഡിനേഷനോട് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇഷ്യൂ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു, എങ്ങനെ പരിഹരിക്കാമെന്നുള്ള മെക്കാനിസം ആയി കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിയുടെയൊക്കെ സമയം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഏകദേശം, അതനുസരിച്ച് ഞങ്ങൾ ഇത് തരണം ചെയ്യും. ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, മുൻപൊന്നും നിങ്ങളും പ്രതിപക്ഷത്തിരുന്നതാണ്, അന്നൊന്നും ഇല്ലാത്ത രീതിയിൽ ഓരോ ദിവസവും ഓരോ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കണ്ട കാലം 40 വർഷത്തിലേറെ അധികാരം കയ്യിൽ വെച്ചിരുന്നവരാണ്, അവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, പ്രതിപക്ഷ സമരങ്ങളെ എന്നും ബഹുമാനിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്ന, രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൽ തിരുത്തൽ ശക്തിയായിട്ട് പ്രതിപക്ഷത്തെ അംഗീകരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല ശക്തിയുള്ള പ്രതിപക്ഷം ജനാധിപത്യത്തിന് ആരോഗ്യകരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം പറയുന്നതിൽ പരിഗണിക്കേണ്ട കാര്യങ്ങൾ, മാധ്യമങ്ങൾ പറയുന്നതിൽ പരിഗണിക്കേണ്ട കാര്യങ്ങൾ പരിഗണിക്കാൻ വേണ്ടിയോ അവരുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനോ ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഈ ഭരണസമിതി. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ, കാതലായ കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ മുഖവിലേക്കിടും. പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലറെ മുനിസിപ്പൽ ആക്റ്റിൽ പറയാത്തൊരു കാര്യം മേയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ സാധിക്കും? ഒരു കൗൺസിലറെ മേയർക്ക് അയോഗ്യനാക്കാൻ സാധിക്കുകയില്ല, മുനിസിപ്പൽ ആക്റ്റിൽ പറയുന്നില്ല. അപ്പോൾ അത് ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പന്തലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ നമ്മുടെ നിസ്സഹായത പ്രകടിപ്പിക്കുവാനും അവരുടെ ദീർഘവീക്ഷണമില്ലായ്മയെ നോക്കിക്കാണാനും അല്ലാതെ അതിലിടപെട്ട് പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. വേറെ എന്തൊരു കാര്യമാണ് പ്രതിപക്ഷം പറഞ്ഞതിൽ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്? എന്താണ്? പ്രതിപക്ഷ വാർഡുകളിലുള്ള കൗൺസിലർമാരെ ഉൾപ്പെടെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് വികസന കാര്യങ്ങളിലൊക്കെ തന്നെ അവരെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവരൊക്കെ കൊണ്ടുവരുന്ന റിക്വസ്റ്റുകൾ, അവരുടെ ഇലക്ട്രിക് ഹെഡിൽ വരുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെ ഒരു നിമിഷം പോലും വൈകാതെ അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. അത് ശരിയാണ്. പക്ഷേ കാപ്പ കേസിൽ ഉൾപ്പെട്ട ഒരാളാണ് അദ്ദേഹം. തിരിച്ചു വരികയാണ്, പുറത്തേക്കിറങ്ങി, ജയിലിൽ നിന്നും പുറത്തേക്കിറങ്ങി കോർപ്പറേഷനിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളത് എങ്ങനെയായിരിക്കും ഉൾക്കൊള്ളുക? ഒരു കൗൺസിലർ എങ്ങനെയാണോ, കാപ്പ കേസ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്, ഒരു കൗൺസിലർ, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു കൗൺസിലർ എങ്ങനെയാണോ കോർപ്പറേഷനിൽ വരുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ആ രീതിയിൽ ഉൾക്കൊള്ളും. ഏറെ വെല്ലുവിളികളിലേക്ക് പോവില്ലേ പിന്നീട്? ഇപ്പോഴേ പ്രതിപക്ഷം പലതും, പല മനക്കോട്ടകളുമുണ്ട് അവർക്ക്. അപ്പോൾ ഇനി അത് കൂടുതൽ സമരങ്ങളിലേക്കും ഒക്കെ പോകാനുള്ളൊരു സാധ്യത കാണുന്നില്ലേ? അവരൊരുപാട് മനക്കോട്ടകൾ കെട്ടി അങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ മനക്കോട്ടകളൊക്കെ കെട്ടി ഇരിക്കുന്ന സമയത്ത് അവർ ജയിച്ച 29 വാർഡുകളുണ്ട്. ആ വാർഡുകളിലും കൂടെ കുറച്ച് സമയം അവർ സ്പെൻഡ് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങളോട് നോക്കണം. ഈ കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൻ്റെ ആ സമയത്താണല്ലോ ഇവിടെ കോൺഗ്രസ് കൗൺസിലർമാരും BJP കൗൺസിലർമാരും തമ്മിലുള്ള ആ തർക്കം ഒരു അടിപിടിയിലേക്കൊക്കെ പോകുന്ന ഒരു സംഘർഷാവസ്ഥയൊക്കെ കോർപ്പറേഷനകത്ത് ഉണ്ടായത്. ഞങ്ങളൊക്കെ അത് ദൃശ്യങ്ങൾ കണ്ടതാണ്. എന്തായിരുന്നു അന്നത്തെ ശരിക്കും ഉണ്ടായ സംഭവം എന്താണ്? താങ്കളുടെ ഒരു വീക്ഷണം എങ്ങനെയാണ്? അല്ല, ഒന്ന്, ഞാൻ ഈ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ, മുദ്രാവാക്യം, അങ്ങനെയുള്ളൊരു വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കലൊക്കെ നടന്ന സമയത്ത് ഞാൻ കൗൺസിൽ ഹാളിലില്ല. കൗൺസിൽ പിരിഞ്ഞ് ഞാനിവിടെ വന്ന് മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോഴാണ് മാധ്യമങ്ങളിൽ ഈ വാർത്ത കാണുകയും വിഷ്വൽസ് കാണുകയും. ഞാൻ വന്ന് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് TV ഓൺ ചെയ്തിട്ട് ഈ വാർത്തകൾ കാണുന്നത്. ചില കൗൺസിലർമാരും ജീവനക്കാരും പറഞ്ഞനുസരിച്ചിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും തന്നെ അത്തരത്തിൽ ജനപ്രതിനിധികൾ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു ഇടപെടലുകളോ നിലപാടുകളോ ഉണ്ടാകാൻ പാടില്ല. ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, നമുക്കൊക്കെ തന്നെ ചില ഘട്ടങ്ങളിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഇതൊക്കെ വന്നേക്കാം, ഒരു ചിന്തയൊക്കെ വന്നേക്കാം. പക്ഷേ നമ്മൾ ജനപ്രതിനിധികളാവുന്നത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടാകണം, അതൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എല്ലാവരും ഒഴിവാക്കണം. മേയർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എന്തും മുൻകൈ എടുത്തുകൊണ്ട് എന്ത് തരത്തിലുള്ള പ്രവർത്തനത്തിന് ഞാൻ തയ്യാറാണ്. ഈ കൗൺസിൽ, കഴിഞ്ഞ കൗൺസിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ കൗൺസിൽ യോഗങ്ങളിലും ആര് സംസാരിക്കണം, അഭിപ്രായ പ്രകടനം നടത്തണമെന്ന് പറഞ്ഞാലും ഏറ്റവും ജൂനിയർ കൗൺസിലർമാരുൾപ്പെടെ, കാര്യം അവർ ഒരു വാർഡിൻ്റെ ജനപ്രതിനിധിയാണ്, കൈ ഉയർത്തിയിട്ടുള്ളവരുടെ അങ്ങോട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പ്രോട്ടോക്കോൾ നോക്കാതെ, പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ട് ഇത്രത്തോളം സംസാരിക്കാൻ അവസരം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, അവർക്ക് സംസാരിക്കാനുള്ള അവസരമാണ് കൗൺസിൽ, അവിടെ ചില പ്രോട്ടോക്കോൾ നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. ആരെങ്കിലും പറയട്ടെ, എനിക്ക് ഇന്ന കാര്യം പറയാനുണ്ടായിരുന്നു, പറയാൻ മേയർ അവസരം തന്നില്ല, മൈക്ക് കട്ടി ഓഫ് ചെയ്തൊന്നും ആരും പറയില്ല. അപ്പോൾ അത്രത്തോളം ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഭരണസമിതിയാണ് ഈ ഭരണസമിതി. ഓക്കെ മേയർ, വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കട്ടെ, പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കട്ടെ. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് തിരുവനന്തപുരത്തെ ജനതയുടെ
ആവശ്യകതയുണ്ട്. പതിറ്റാണ്ടുകളായി ഇവിടെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഭരണസമിതിക്ക് കഴിയട്ടെ. നമസ്കാരം. നമസ്കാരം.